നമസ്കാരം പ്രിയമുള്ളവരെ, യുദ്ധം ആസന്നമായി എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിയോഗോ ഗാർഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടന്റെ സൈനിക താവളം അത് 100 വർഷത്തേക്ക് അമേരിക്ക പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. അവിടത്തേക്ക് B2 യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ B2 യുദ്ധവിമാനങ്ങൾ എത്തിയതായ വാർത്ത പരന്നിരുന്നു. ചില മാധ്യമങ്ങൾ അതുമായി വിശകലനം നടത്തിയത് ഹൂത്തികളെ ആക്രമിക്കുന്നതിനായിരിക്കില്ല ഇത്ര വലിയ ആയുധ സന്നിവേശം, അത് ഇറാനെ ലക്ഷ്യമാക്കി ഉള്ളത് എന്നതായിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു, ഇറാൻ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും, അതുപോലെ ഇറാന്റെ നികുതി ഇരട്ടിയായി വർദ്ധിപ്പിക്കും എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ യുദ്ധം ആസന്നമാണ് എന്ന ഭീതി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ടെഹ്റാൻ ടൈംസിൻ്റെയൊക്കെ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഇറാൻ അതിൻ്റെ ഭൂഗർഭ അറകളിൽ US ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ച് മിസൈൽ റീലോഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതായത് റെഡി ടു ലോഞ്ച്, ഏതു നിമിഷവും വിക്ഷേപിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കി മിസൈലുകൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത് ഡൊണാൾഡ് ട്രംപിൻ്റെ കത്തിന് ഒമാൻ വഴി ഇറാൻ മറുപടി കൊടുത്തത് അത് ഭീഷണിക്ക് വഴങ്ങുന്നില്ല, അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുവാൻ ഇറാന് താല്പര്യമില്ല, ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൽ അടിയുറച്ചു നിൽക്കും എന്ന വിധത്തിലാണ് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ അനുമാനിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം. അതായത് യുദ്ധം ആസന്നമായിരിക്കുന്നു എന്ന ഭീതിജനകമായ വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്നുകൂടി ചർച്ചയാകുന്നുണ്ട്. നേരത്തെ ഇറാഖിനെ ആക്രമിച്ച് സദ്ദാം ഹുസൈനെ പിടിച്ച് തൂക്കിക്കൊന്നത് പോലെ ആയിരിക്കില്ല ഇറാനിലെ സ്ഥിതിവിശേഷങ്ങൾ എന്നാണ്. കാരണം ചില മാധ്യമങ്ങളൊക്കെ ആയത്തുള്ള ഖംനയെ ലക്ഷ്യമാക്കുന്നുണ്ട് ഇസ്രായേലും എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ രൂക്ഷമായിരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. കാരണം അദ്ദേഹം ഷിയ മുസ്ലിം വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവാണ്. ഇറാഖ്, ഇറാൻ, സിറിയ, യമൻ അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ആ വിഭാഗത്തിന് രാഷ്ട്രീയമായി തന്നെ വലിയ സ്വാധീനമുണ്ട്. സ്വന്തമായി സൈനിക ഘടകങ്ങൾ, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയെ പോലുള്ള മിലിഷ്യ ഗ്രൂപ്പുകളുള്ള ഒരു മതവിഭാഗമാണ്. അപ്പോൾ അത് എത്രത്തോളം അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. മറ്റൊന്നും കൂടിയുണ്ട്, ഒരിക്കലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഈ തർക്കത്തിൽ അഥവാ ഈ യുദ്ധത്തിൽ തങ്ങളുടെ ഭൂമി ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഡിയോഗോ ഗാർഷ്യയിൽ നിന്നായിരിക്കും ഇറാനെ ആക്രമിക്കുക എന്ന തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഇസ്രായേലിനായിരിക്കും യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കുക എന്നാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. ഒരുപക്ഷെ ഈ ഇറാന് അമേരിക്കയിലെ അവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കാൻ തക്കവണ്ണം ആയുധങ്ങൾ ഉണ്ടോ, അത്ര ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ടോ എന്നൊക്കെ ഒരു ചർച്ചയാണ്. ഒരുപക്ഷെ ഡിയോഗോ ഗാർഷ്യ വരെയൊക്കെ എത്തുന്ന മിസൈൽ ഉണ്ടാകാം. പക്ഷേ അമേരിക്കയിലെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമാക്കാൻ തക്കവിധ ആയുധങ്ങളുണ്ടോ എന്ന ഒരു ചോദ്യം ബാക്കിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലാണ് അടുത്ത് കിട്ടുന്ന ശത്രുരാജ്യം. ഇസ്രായേലിനായിരിക്കും പ്രഹരങ്ങളുടെ ഒരു തീവ്രത ഏൽക്കുക. ഒപ്പം തന്നെ ഇറാനെയും ഇസ്രായേൽ ശക്തമായി ആക്രമിക്കും. ആ രാജ്യങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ യുദ്ധത്തിൻ്റെ വേദനകൾ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊരു വിശദീകരണം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത് എന്ന് വെച്ചാൽ, ഇറാൻ അതിൻ്റെ അത്യന്താധുനികമായ ആയുധങ്ങൾ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന രീതിയിലാണ്. അതായത് ഹിസ്ബുള്ളയെ പോലെ ഏറ്റവും വിശ്വസ്തമായ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് അവരുടെ അത്യന്തിക ആയുധങ്ങൾ കൈമാറി, ഒരുപക്ഷെ ആണവായുധങ്ങൾ പോലും. കാരണം യുറേനിയൻ സമ്പുഷ്ടീകരണമൊക്കെ ഇറാൻ വേഗത്തിലാക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരികയാണ്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ചും ചില യൂട്യൂബ് ചാനലുകളാണ്, നാഷണൽ ലെവലിൽ നിന്നൊക്കെ വരുന്ന ചില യൂട്യൂബ് ചാനലുകളാണ് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത്. കാരണം ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇറാൻ്റെ സമ്പുഷ്ടീകരണ ആണവായുധം എത്തിയിട്ടുണ്ട്, അവരൊരു പക്ഷേ ഇസ്രായേലിനെ ലക്ഷ്യമാക്കുമെന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ അത്തരം യൂട്യൂബ് ചാനലുകളാണ് പുറത്തുവിടുന്നത്. അതിൻ്റെ ഒരു വിശ്വസ്തത ലഭ്യമല്ല. മറ്റൊന്ന്, ഉക്രൈനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി യു-ടേൺ അടിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഉക്രൈനെ അംഗീകരിക്കുവാൻ റഷ്യ തയ്യാറാകണം എന്ന രീതിയിലാണ്. അതായത് വ്ളാദിമിർ സെലൻസ്കിയുടെ നേതൃത്വം പുടിൻ അംഗീകരിക്കണം, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ പുടിൻ്റെ ഭാഗത്ത് നിന്ന്
നീക്കങ്ങളുണ്ടായില്ലെങ്കിൽ റഷ്യയുമായി എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങളുടെ തീരുവ കൂട്ടുമെന്നാണ്. 50% വരെ നികുതി, അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വരികയാണ്. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു തീരുമാനങ്ങളിൽ നിന്ന് ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ഡൊണാൾഡ് ട്രംപ് യു-ടേൺ അടിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എന്തായാലും ഒരു യുദ്ധരഹിതമായ സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈദ് വാർത്തകൾ ഫലസ്തീനിൽ നിന്ന് വരുമ്പോൾ അത് വേദനാജനകം തന്നെയാണ്. തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഈദ് നമസ്കാരം നിർവഹിക്കുന്ന കുട്ടികൾ ഒക്കെ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും സ്വതന്ത്രമായി വർദ്ധിക്കുന്ന ഒരു പുതിയ പുലരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ജയ് ഹിന്ദ്.